നിമിഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹാപ്പനിങ് വാർത്തയിലേക്കാണ്. പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ BJP കർഷക മോർച്ചയുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. സർക്കാർ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനെതിരെയാണ് ഈ പ്രതിഷേധം ഇരമ്പുന്നത്. ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നത്. അതിന് മുമ്പ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. ഇങ്ങനൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം, ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് 50 ദിവസമായിട്ടും നെല്ല് സംഭരിക്കാനുള്ള യാതൊരുവിധ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. പാവപ്പെട്ട കർഷകൻ ഇതുപോലെ ചളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് മാസങ്ങളോളം പണിയെടുത്തിട്ടാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇത് കണ്ടെങ്കിലും അലിയട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രിയെ ചെളിയിൽ മുക്കിയിട്ടുള്ള ഈ പ്രതിഷേധ സമരം ഞങ്ങൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് അലിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ മനസ്സ്. തങ്ങൾ ഈ ചെളിയിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതീകാത്മക പ്രതിഷേധം കണ്ടെങ്കിലും വലിയണം എന്നുള്ളതാണ് പറയുന്നത്. കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷാജി എൻ രാഘവൻ അദ്ദേഹം കൂടെ ചേരുന്നുണ്ട്. ഇത്രയും ദിവസമായി, ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഒരു ഒക്ടോബർ ആദ്യവാരം അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടൊക്കെ നെല്ല് സംഭരണം അതുമായി ബന്ധപ്പെട്ട കരാറൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ നവംബർ മാസം ആയിരിക്കുന്നു. എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലേ? സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകന്. അതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. ഈ നെല്ല് സംഭരണത്തിൻ്റെ നമ്മുടെ കലണ്ടറുണ്ട്, കാർഷിക കലണ്ടറുണ്ട്. ഏതൊരു കർഷകനും ഏതൊരു സാധാരണ ജനങ്ങൾക്കും അറിയാം എപ്പോഴാണ് കൊയ്ത്ത് കഴിയുന്നതെന്നുള്ളത്. മില്ലുകളുമായിട്ട് ഇപ്പോഴും സംസാരിച്ചിട്ടില്ല. അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 1-ാം തീയതി ഇവിടെ ഒരു പ്രഖ്യാപനമൊക്കെ നടന്നില്ലേ, ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം. അന്ന് പോലും കർഷകൻ്റെ വിഷയം നിയമസഭ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് കേരളത്തിൽ പട്ടിണി അനുഭവിക്കുന്ന ഈ ആദിവാസി ജനസമൂഹത്തോടൊപ്പം അല്ലെ ആശമാരോടൊപ്പം തന്നെ കേരളത്തിലൊരു പ്രബല വിഭാഗമാണ് കർഷകൻ. ആ കർഷകന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ ആരുമില്ല എന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ നെല്ലിനെ സംബന്ധിച്ചിടത്തോളം, നെല്ല് സംഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ലേ ഈ കർഷകർ ചോദിക്കുന്നത്? അവൻ്റെ അവകാശമാണ്. നെല്ലിൻ്റെ വില കർഷകൻ്റെ അവകാശമല്ലേ? അത് നിഷേധിക്കുന്നു. അതിനി കൊടുത്താൽ തന്നെയോ സംഭരണം നടന്നിട്ടില്ല. സംഭരണം കഴിഞ്ഞാൽ ഇനി 4 മാസം കഴിയും ഏതിന് നെല്ലിൻ്റെ വില കിട്ടാൻ. അതുപോലും ലോണായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗതികെട്ട ജനവിഭാഗമായിട്ട് കേരളത്തിലെ കർഷകരെ മാറ്റിയത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അല്ലെ മാറി മാറി വന്നിട്ടുള്ള മുന്നണി ഭരണ സംവിധാനങ്ങളും. അതുകൊണ്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. ഒരു സംശയവുമില്ല, വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തപ്പെടും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റന്നാൾ പാലക്കാട് വെച്ചൊരു ചർച്ച നടത്തി അത്തരത്തിൽ സംഭരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഗവൺമെൻറ്റിന് ഇപ്പോഴും ഉറപ്പില്ലെന്ന്. അവരാദ്യം എന്താ പറഞ്ഞത്? ആദ്യം പബ്ലിക് സെക്ടർ ബാങ്ക് അവരുടെ കൺസോർഷ്യത്തിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് എടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഓരോരോ സഹകരണ സംഘത്തെ പ്രൈമറി ബാങ്കുകളെ കൊണ്ട് നേരിട്ട് നെല്ല് സംഭരണം നടത്തുമെന്ന് അവർ പറയുന്നത്. കർഷകർക്ക് അതിനകത്തൊരു ഓപ്ഷനും ഇല്ലെന്ന്. എന്ത് ചെയ്താലും വേണ്ടില്ല, എന്ത് നടന്നാലും വേണ്ടില്ല, കർഷകന് നെല്ലിൻ്റെ നില ഉടനെ കിട്ടണം, നെല്ല് ഉടനെ സംഭരിക്കണം, ഇതേ കർഷകൻ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു അനുഭവമുണ്ട് സഹകരണ മേഖലയെ സംബന്ധിച്ച്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭരണം നടത്തിയതിൻ്റെ നെല്ലിൻ്റെ വില ഇപ്പോഴും കർഷകന് കിട്ടാനുണ്ട്. അതുകൊണ്ട് സഹകരണ സംഘങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തുമ്പോൾ സർക്കാർ പരാജയപ്പെടുന്നു. എവിടെ? ഈ പറയുന്ന സംവിധാനം, കേന്ദ്രം സംസ്ഥാനവും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് നെല്ല് സംഭരണം സംബന്ധിച്ച്. 48 മണിക്കൂറിനകം കർഷകന് നെല്ലിൻ്റെ വില കൊടുക്കാമെന്നുള്ളത്. അത് നിഷേധിക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു പാടത്തെ ഒരു സഹകരണ സംഘത്തിനും ഇന്ന് കേന്ദ്രവും സംസ്ഥാനവും ഒപ്പിട്ടിരിക്കുന്ന കരാർ അനുസരിച്ച് 48 മണിക്കൂറിനകം കർഷകന് പണം കൊടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുക. പക്ഷേ എത്രയും പെട്ടെന്ന് ഇത് നടക്കണം. ഈ കാലവിളംബരം അത് കർഷകൻ്റെ അവൻ്റെ ആവശ്യങ്ങളോടുള്ള നീതി നിഷേധമാണ് എന്നാണ് കർഷക മോർച്ചയ്ക്ക് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ ചെളി ഉൾപ്പെടെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ചെളി ഉൾപ്പെടെ അഭിഷേകം ചെയ്തുകൊണ്ട് ഉൾപ്പെടെയാണ് പ്രതിഷേധിക്കുന്നത്. ഇത്രയും ഒരു ഗതികേടിലാണ് നിങ്ങൾ കർഷകരല്ലേ? അതെ, ഗതികേടെന്ന് പറഞ്ഞാൽ ആത്മഹത്യൻ്റെ വക്കിലാണ് കർഷകൻ ഇവിടെ. എന്താ പറഞ്ഞാൽ മാസങ്ങളായി കൊയ്ത്ത് കഴിഞ്ഞ് ആ നെല്ല് പാടത്ത് ടാർപോളയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ആ നെല്ലെടുക്കാനുള്ള ഒരു തീരുമാനമാകുകയെ ഒന്നും ചെയ്യുന്നില്ല. ഈ പിണറായി വിജയൻ്റെ അഹങ്കാരം മൂലം കർഷകൻ ദുരിതത്തിലായിട്ട് കിടക്കുകയാണ്. ഗോൾഡ് കൊണ്ട് പണയം വെച്ചു 4% ഇൻട്രസ്റ്റിന്. അത് ഒരു വർഷത്തിൽ 4% ഇൻട്രസ്റ്റാണ്. ഒരു ദിവസം തെറ്റിയാൽ അത് 16%. ഇങ്ങനെ ഒരുപാട് കഷ്ടത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ കർഷകൻ പെട്ട് കിടക്കുന്നത്.
തന്നെയാണ്. ഏതായാലും പ്രതീകാത്മകമായി കർഷകൻ പിണറായി വിജയന്റെ മുഖംമൂടി ഉൾപ്പെടെ അല്ലെങ്കിൽ ചിത്രം ഉൾപ്പെടെ കയ്യിൽ വെച്ചുകൊണ്ട് ദേഹത്തെ ചെളിയൊക്കെ ഒഴിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം നെല്ലും മറ്റുമൊക്കെ അടുത്ത് ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രതീകാത്മകമായി കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് BJP കർഷക മോർച്ച നടത്തുന്നത്. ഏതായാലും ഇന്ന് നെല്ല് സംഭരണം അട്ടിമറിച്ച ഈ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതീകാത്മകമായി ചളിയിൽ കുളിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ മാതൃകയാണ് കർഷക മോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.